ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതെങ്ങാനും ഇപ്പോൾ ഒരു മുക്കം ഓർഫനേജിന്റെ സ്കൂളിന്റെ പരിസരത്ത് നിന്നാണ് കിട്ടിയിരുന്നത് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ അവസ്ഥ. ഞാൻ മുക്കെന്ന് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. അതായത് മുക്കത്ത് മുമ്പ് അവിടെ ഓർഫനേജിൽ കുറച്ച് കുട്ടികളെ മറ്റു സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിരുന്നു. മുക്കത്ത് മാത്രമൊന്നുമല്ല, പല ഓർഫനേജിലും വന്നിട്ടുണ്ട്. കാരണം അവിടെ ഈ കലാപവും പ്രശ്നവും കുഴപ്പമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ല, ഭക്ഷണമല്ല, ഒന്നുമില്ല. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന്, ഇവിടെയാണെങ്കിൽ പണ്ട് ഓർഫനേജുകൾ ഉണ്ടായതാണ്, അന്ന് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഓർഫനേജുകളൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ളതൊക്കെ കൊണ്ടുവന്നതാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ അത് മനുഷ്യക്കടത്താണ്, പ്രശ്നമാണ്, കുഴപ്പമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു ഭയങ്കര സംഭവമായ ആ മുക്കം പിന്നെ ഓർഫനേജിനെ ഏത് നിലക്കാണ് ഇവിടെ കൈകാര്യം ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. എത്ര ദിവസമാണ് അത് മീഡിയ ചർച്ചത്? അത് തീവ്രവാദം, അത് അവിടെ ബന്ധം, ഇവിടെ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അത് ഈ വിഷയം ഒരു ബോംബാണ് പൊട്ടിക്കുന്നത് സ്കൂളിന്റെ വളപ്പെന്ന്. ആ സ്കൂളിനെ പറ്റി ആ നിലക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഒരു അപരവൽക്കരണം ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഇരട്ടത്താപ്പ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല, അത് ചൂണ്ടിക്കാണിക്കാതെ പോകാൻ പാടില്ല. അത് ഇനി കളമശ്ശേരിയിലാന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? എന്താ കളമശ്ശേരിയിൽ ഒരു പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവിടെ ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനം, 8 ആളല്ലെന്ന് മരിച്ച് അല്ലേ? 8 ആള് മരണപ്പെട്ടു. 8 ആള് മരിച്ച് രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി സംഭവിച്ചിട്ട് 11-12 മണി വരെ കേരളം എന്താ ചർച്ച ചെയ്ത് അതിനെ എവിടേക്കൊക്കെ കൊണ്ടുപോയി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്ന് ആലോചിച്ച് നോക്കി. അവസാനം ആ മാർട്ടിൻ എന്ന് പറഞ്ഞ ചങ്ങാതി വന്നിട്ട് ലൈവില് വന്നു, ഞാനാ ചെയ്തത്. അത് ആ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാൾ വന്ന് പറഞ്ഞു. അന്നാണ് ഒരു കുറ്റവാളിക്ക് ഒരു ലൈക്ക് അടിക്കണം എന്ന് തോന്നിയ ദിവസം. കാരണം എന്താ വെച്ചാൽ അയാളാ ചെയ്ത കാര്യം പറഞ്ഞത് കൊണ്ട് അതിലും വലിയൊരു കലാപം ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഇത് ഗർഭം ധരിച്ചു വരിയിരുന്നു, കലാപം ഗർഭം ധരിച്ചു വരിയിരുന്നു, അതിന്റെ ഗ്യാസ് പോയി എന്നുള്ള സത്യമാണല്ലോ. അപ്പോൾ ഈ സമുദായവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വിഷയം കിട്ടുകയാണെങ്കിൽ അത് മീഡിയകൾക്ക് രാവും പകലില്ലാതെ ഭയങ്കര വിഷയമാവും. അല്ലാത്തൊരു സ്ഥലത്തോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെന്തല്ല ഒരു വിഷയം. അല്ലെങ്കിൽ ഓർമ്മ, കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഇത്ര വിഷയങ്ങളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അമേരിക്കയിലൊരു സ്കൂളിൽ നിന്ന് അല്ലേ, ഓർമ്മല്ലേ, ഒരു കുട്ടി പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ക്ലോക്ക് അല്ലേ. ആ ക്ലോക്കിന്റെ ശബ്ദം കേട്ടിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്തു, മുസ്ലിം പേരായതുകൊണ്ട് ആ കുട്ടി തീവ്രവാദിയാണ്, ബോംബ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് പ്രശ്നമായി, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി. പിന്നീട് സംഗതി വസ്തുത പുറത്തു വരും. അപ്പോൾ ഒരു ശബ്ദമാണ് ഇത്, ശബ്ദമല്ല, ഇത് സാക്ഷാൽ ബോംബ് പൊട്ടിയിരിക്കുകയാണ്. അത് കേരളത്തിൽ ഇപ്പോൾ ഒരു ജില്ലയിലെ സ്കൂളിൽ. അപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ മീഡിയകളും ചർച്ച ചെയ്തിട്ടില്ല, പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടില്ല, സർക്കാരും തന്നെ കേസെടുത്തു എന്നല്ലാതെ അതിന്റെ പുരോഗതി ഇതുവരെ ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഗുരുതരമാണ്.